സഭാപ്രസംഗി 7:8 പറയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. പലരും നന്നായി ആരംഭിക്കുന്നു, പക്ഷെ എല്ലാവരും നന്നായി പൂർത്തിയാക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നതല്ല കാര്യം, നമ്മൾ എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു വ്യക്തിക്ക് തീഷ്ണതയോടെ ആരംഭിക്കാം, പക്ഷേ അവസാനം വരെയുള്ള സ്ഥിരോത്സാഹമാണ് പ്രധാനം. ലൂക്കോസ് 14:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. നമ്മുടെ വിശ്വാസം തുടക്കത്തിൽ തെളിയിക്കപ്പെടുന്നില്ല, മറിച്ച് സഹിഷ്ണുതയിലാണ്. ഫിലിപ്പിയർ 3:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന സമയമായതിനാൽ അവസാനം നല്ലതാണ്. ഫിലിപ്പിയർ 1:6 പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ആരംഭം വിത്ത് മാത്രമാണ്, അവസാനം ഫലമാണ്. പരീക്ഷണങ്ങൾ ക്ഷമയുള്ളവരായിരിക്കുക, വളർച്ചയിൽ താഴ്മയുള്ളവരായിരിക്കുക. ആരംഭിക്കാൻ മാത്രമല്ല, പൂർത്തിയാക്കാനും കർത്താവ് വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുക.